അനന്തൻ സാറ് റിട്ടയർ ചെയ്തിട്ട് ഏകദേശം 34 വർഷമായി എന്നുള്ളതല്ലേ മനസ്സിലാക്കുന്നത്. സാർ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് ഉണ്ട്, നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ഒരു ആഘോഷമാക്കണം എന്നുള്ളത്. അത് റിട്ടയർ ചെയ്ത എല്ലാവരുടെയും ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ്, റിട്ടയർമെന്റ് ലൈഫിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതായത് ഞാൻ പറയുക, റിട്ടയർമെൻറ്റ് ലൈഫാണ് ഏറ്റവും ആഘോഷമാക്കി തീർക്കേണ്ട ഒരു ജീവിതം. അതുവരെ അവർ ഏതെങ്കിലും ചതുരത്തിനകത്തായിരുന്നു. അവർക്ക് പരിമിതികളുണ്ട്. തന്നെയല്ല, അവരുടെ ജോലി, അവരുടെ കുടുംബം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു, ചതുരത്തിനകത്താണ്. പക്ഷേ ആ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ 55-ാമത്തെ വയസ്സിലെത്തിയപ്പോൾ എൻ്റെ ചുമതലയെല്ലാം തീർന്നു. കുട്ടികളെല്ലാം കെട്ടിച്ചു വിട്ടു. പിന്നെ യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ലാത്ത ഒരവസ്ഥ എനിക്ക് റിട്ടയർമെൻറ്റ് ആയപ്പോൾ തന്നെ ഉണ്ടായി. കാരണം 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് അപ്പോൾ ചിലർ ചിന്തിക്കുക ഇങ്ങനെ, ഞാൻ റിട്ടയർഡായി, ഇനിയിപ്പോൾ ഒന്നിനുമില്ല, സ്വസ്ഥം, അങ്ങനെ കഴിഞ്ഞു പോകുന്നവരാണ്. ഞാൻ പറയും, അന്നേരമാണ് അവരുടെ ശരിക്കുള്ള ജീവിതം, ഈ ലോകത്തിലേക്ക് ഇറങ്ങി സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും ഏറ്റവും നല്ല സമയം റിട്ടയർമെൻറ്റിന് ശേഷമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത്, റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിലധികം ഇരുന്നിട്ടില്ല. ഹിമാലയം വരെ യാത്ര നടത്തിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്ത് ഈ ധ്യാനമെന്ന് പറഞ്ഞ ധ്യാനം കൊടുക്കൽ. പിന്നെ ഞാൻ യോഗ, റേക്കി, പ്രാണിക് ഹീലിംഗ്, സുദർശന ക്രിയ, ഇങ്ങനെ ഒരുപാട് സാധന മാർഗങ്ങളിലൂടെ കടന്നുപോയി. അതിൻ്റെ അടിമയാകാനല്ല. അപ്പോൾ റേക്കി പഠിച്ചാൽ ഉടനെ റേക്കി മാസ്റ്ററാകാം, അതിൻ്റെ 3rd ലെവൽ എടുത്താൽ മതി. ഞാൻ ആ ഷിപ്പ് വരെ എത്തിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടിമയാകില്ല. ഇത് മാത്രമേ ഉള്ളൂ ശരിയെന്ന് പറഞ്ഞ് നടക്കണമെന്നേരം അതില്ല. അപ്പോൾ ഒരുപാട് സ്വാമിമാരുടെ കൂടെയും ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോയെങ്കിലും അവരെ ശ്രദ്ധിക്കും, അവരുടെ ജീവിതം ഞാൻ നിരീക്ഷിക്കും. അത്രയേ ഉള്ളൂ, ആർക്കും അടിമയല്ല. ഞാനിപ്പോൾ എനിക്കൊരു യോഗ ഒരു ഞാൻ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റേതായ എനിക്ക് വേണ്ടത് പഠിച്ചതിൻ്റെ എല്ലാം ചേർത്ത് ഞാനൊരു യോഗ മാർഗം, അതിൻ്റെ പേര് ആത്മയോഗ ജ്ഞാന സാധന എന്നാണ്. യോഗ എന്ന് പറയുമ്പോൾ ഈ കൈയും കാലും അനക്കുന്നതല്ല. യോഗ മീൻസ് ദ യൂണിയൻ. അപ്പോൾ അതിലേറ്റവും വലിയ ദ യൂണിയൻ വിത്ത് ദ അബ്സല്യൂട്ട്. ചുരുക്കം പറഞ്ഞാൽ റിട്ടയർമെന്റ് ശേഷവും വളരെ ആക്റ്റീവായിട്ട് ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളതാണ് സാറ് പറയുന്നത്. അത് നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ റിട്ടയർ ചെയ്തു, ഇനി എനിക്ക് ഒന്ന് അത് ചിന്തിക്കുകയേ ചെയ്യരുത്. ജീവിതം ആരംഭിക്കുന്നത് അവിടെ.